ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവസാനം അനി നയനയോട് പറയാൻ ശ്രമിക്കുകയാണ്, ഞാൻ ശരിക്കും സ്നേഹിക്കുന്നത് വേറൊരു പെൺകുട്ടിയാണ്, അനാമികയല്ല എന്ന്. അപ്പം നയനക്ക് തന്നെ ആകെ ഒരു അതിശയം തോന്നുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, കാരണം ഇനിയിപ്പം ഇവിടെ ഞങ്ങൾ രണ്ടുപേര് വന്നത് തന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാതെയാണ്. ഇനി മൂന്നാമതൊരു പെൺകുട്ടിയെ കൂടി അങ്ങനെ വരുത്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. കാരണം അത് ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരും അംഗീകരിച്ച് സമ്മതിച്ചിട്ടുള്ള അനാമികയെ തന്നെ നീ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അനി അതിനൊന്നും മറുപടി പറയാതെ നേരെ ആദർശിൻ്റെ മുറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദർശ് എന്തോ ഡ്യൂട്ടി ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടാ, എന്താടാ ഇതൊരു വല്ലാത്ത അവസ്ഥയായിപ്പോയി, അനി അസ്വസ്ഥതയോടെയാണ് പറയുന്നത്. എനിക്ക് ഉടനെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഏട്ടാ, അതെന്താ വേണ്ടാത്തത്? ആദർശ് ചോദിക്കുകയാണ്. എല്ലാവരും തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. ഇനി ജോത്സ്യർ വന്ന മുഹൂർത്തം കുറിക്കും, പിന്നെ ഉടനടി കല്യാണം നടത്തണം. വെറുതെ പ്രേമിച്ച് നടക്കാന്നാണോ നിന്റെ വിചാരം? അപ്പം അനി അസ്വസ്ഥതയോടെ പറയുന്നുണ്ട്, ആര് പ്രേമിച്ച് നടന്നു എന്നാ പറയുന്നേ? ഏട്ടാ, എൻ്റെ കവിത വായിച്ച് അവൾ എന്നെ ഇഷ്ടപ്പെട്ടത്, പിന്നെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതും ഈ വീട്ടിലെ മരുമോളെ പോലെ സംസാരിച്ചതും ഒക്കെ അവളാ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എടാ അതൊരു നല്ല കാര്യമല്ലേ? എന്ത് നല്ല കാര്യം എന്നാ പറയുന്നേ? 2 കല്യാണം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അതിനിടയിൽ എന്നെ കൂടി ഇപ്പോൾ തളയ്ക്കണോ? അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു തളയ്ക്കലാണെന്ന് നിനക്ക് മനസ്സിലായി? അപ്പോൾ അനി പറയാണ്, നാനയെടുത്തെ പോലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ആ അനാമിക കുറച്ച് ഓവർ സ്മാർട്ടാ. അപ്പോൾ ആദർശ് പറഞ്ഞു കൊടുക്കുകയാണ്, എടാ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം അങ്ങനെ തന്നെയാ, അവർക്ക് കുറച്ച് സ്മാർട്ട്നെസ് കൂടുതലാ. പിന്നെ ആണിൻ്റെ അടിമയായിട്ട് എല്ലാവരും ജീവിക്കുന്നു തോന്നിയാൽ അത് നടക്കില്ല. അപ്പം അനി വീണ്ടും പറയാണ്, ഏട്ടന് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ പറ്റൂ. ദേ അനി, ഞാൻ വീണ്ടും പറയാ, മുത്തശ്ശനെ വിഷമിപ്പിക്കരുതെന്ന്. എടാ, മുത്തശ്ശൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റില്ല, അത് നിനക്കും അറിയാലോ. മാത്രമല്ല ഇനി അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കും അത് പ്രയാസമാവില്ലേ? അതൊക്കെ മുത്തശ്ശന് സഹിക്കാൻ പറ്റുമോ? നീ എന്താണ് നമ്മുടെ മുത്തശ്ശൻ്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? അപ്പം അനി വീണ്ടും സങ്കടത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്തത്? ദേ, നീ കണ്ടെത്തിയ പെൺകുട്ടി അനാമിക, അല്ലാതെ ഞങ്ങൾ തേടിപ്പിടിച്ചതൊന്നുമല്ല. അതുകൊണ്ട് നീ ഇനി ഒന്നും പറയണ്ട. പിന്നെ നിനക്കിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇങ്ങനെ കറങ്ങി നടക്കുകയല്ലേ, അതൊക്കെ പെട്ടെന്ന് മാറ്റിത്തരാം. അതിൻ്റെ പ്ലാനിങ് നടക്കുന്നുണ്ട്. അനിയോട് അർത്ഥം വെച്ചുകൊണ്ട് ആദർശ് പറയാണ്. പക്ഷെ അനി അപ്പോഴും അസ്വസ്ഥതയോട് തന്നെയാണ് പെരുമാറുന്നത്. അത് കണ്ടിട്ടെന്നോളം തന്നെ ആദർശ് കുറച്ചുകൂടി സംയമനത്തോടെ പറയുകയാണ്, എടാ അനാമിക നല്ല പെൺകുട്ടിയാ, അവൾ വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും. പിന്നെ നിന്റെ കവിതയെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അവൾ. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാക്കി തരും. അതുകൊണ്ട് എൻ്റെ പൊന്നും മോനൊരു ഭർത്താവാൻ തയ്യാറായിക്കോ. അതുകൂടെ കേൾക്കുന്ന സമയത്ത് അനി ഒന്നുകൂടെ അസ്വസ്ഥനാവുകയാണ്. നന്ദു റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് ഒരു പർച്ചേസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് അനി ബൈക്കിൽ വന്നിട്ട് അവിടെ നിർത്തുന്നത്. നന്ദു, പ്രതീക്ഷിക്കാതെ അനിയെ കണ്ടപ്പോൾ നന്ദുവിൻ്റെ മുഖത്തൊരു ചെറിയ വെപ്രാൾ ഉണ്ടായിരുന്നു. അപ്പം അനി ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്തത്? ഇവിടെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, പക്ഷെ അതിനൊന്നും നന്ദു പ്രതികരിക്കുന്നില്ല. അപ്പം അനി സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. വന്നപ്പോൾ താ മുന്നിൽ. നന്ദുവിന് എന്താ പറ്റിയത്? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല, നന്ദു പതറിക്കൊണ്ട് പറയുന്നുണ്ട്. പിന്നെ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞങ്ങളെല്ലാം അപ്സെറ്റാ. നവ്യേച്ചി അതുപോലെയല്ലേ ഞങ്ങളെയും അനിയുടെ വീട്ടുകാരെയും ചീറ്റ് ചെയ്തേ. അപ്പം അനി പറയുന്നുണ്ട്, എടോ അവിടെ അതൊക്കെ എല്ലാവരും മറന്നു, പിന്നെ ഇങ്ങനെ അകന്നു മാറി നടക്കണോ? പക്ഷെ നന്ദു അതിന് മറുപടിയൊന്നും പറയുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു മനസ്സോടെയാണ് നന്ദു അവിടെ നിൽക്കുന്നത്. അപ്പം അനി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നന്ദുവിനോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ നന്ദു പറയുന്നുണ്ട്, അല്ല എനിക്കൊന്നും സംസാരിക്കാനില്ല. ഇനിയിപ്പോൾ അനിയുടെ ഫ്രണ്ടും ജീവിത പങ്കാളിയൊക്കെ അനാമിക എന്ന പെൺകുട്ടിയാ. അപ്പം അനി സങ്കടത്തോടെയാണ് കേട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി അനി കാണേണ്ടതും സംസാരിക്കേണ്ടതും മനസ്സിലുള്ളതെല്ലാം പങ്കുവെക്കേണ്ടതും അനാമികയുമായിട്ടാ. അപ്പോൾ ദേഷ്യത്തോടെ അനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരുത്തി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് കരുതി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? അവരെ മാറ്റി നിർത്താൻ പറ്റുമോ? അപ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പഠിത്തം കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഒരു ജോലിയൊക്കെ എത്രയും പെട്ടെന്ന് സമ്പാദിക്കണം. എൻ്റെ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത്യാവശ്യം രോഗമൊക്കെയുള്ള അച്ഛനെ ഇനിയും ഒരുപാട് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. പെട്ടെന്ന് തന്നെ അനി പറയുന്നുണ്ട്, എടോ നന്ദുവിന് വേണമെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ജോലി ശരിപ്പെടുത്തി തരാം. പെട്ടെന്ന് തന്നെ ഞെട്ടിക്കൊണ്ട് നന്ദു പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതിനി അനന്തപുരി തറവാട്ടിൽ മറ്റൊരു പൊട്ടിത്തെറിക്ക് കാരണമാവും. ഇപ്പോൾ നമ്മൾ എവിടെ വെച്ചെങ്കിലും കാണുമ്പോൾ ഒരു സൗഹൃദമെങ്കിലും ഉണ്ട്, അതൊരിക്കലും പൊട്ടിപ്പോവാൻ പാടില്ല. അനിയുടെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടു കൂടി തന്നെയാണ് നന്ദു സംസാരിക്കുന്നത്. അതേ വിഷമത്തിൽ തന്നെയാണ് അനിയുള്ളത്. അപ്പോൾ അനി നന്ദുവിനോട് ചോദിക്കുകയാണ്, എടോ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കോഫിയൊക്കെ കുടിച്ച് സംസാരിച്ചാലോ? അതിന് അവസരം കൊടുക്കണ്ടെന്ന് കരുതി നന്ദു പറയാണ്, ഞാനിപ്പോൾ ഒരു കോഫി കുടിച്ചു, ഒന്നുകൂടെ കുടിച്ചൂടെ? എന്നിട്ട് എനിക്കൊപ്പം ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചൂടെ?
അനി സങ്കടത്തോടെ ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, വേണ്ട അനി, എനിക്ക് പോകണം. അനി സങ്കടത്തോടെ ചോദിക്കുകയാണ്, നന്ദു എന്നെ ഒഴിവാക്കുകയാണോ? അത് നന്ദുവിൻ്റെ ഉള്ളു തൊടുന്നൊരു ചോദ്യം തന്നെയായിരുന്നു. അനി സങ്കടത്തോടെ പറയുന്നുണ്ട്, നന്ദുവിനെ കാണുമ്പോൾ ഒരുപാട് സംസാരിക്കണമെന്ന് കരുതിയതാ, പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ നന്ദു സമ്മതിക്കുന്നില്ലല്ലോ. അപ്പം നന്ദു പറയുന്നുണ്ട്, അനിയുടെ ഉള്ളിലുള്ളത് എന്തായാലും ശരി, അതൊന്നും സോൾവ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല, പിന്നെ വെറുതെ കേട്ടിരിക്കാന്ന് മാത്രം. അപ്പം അനി വീണ്ടും ചോദിക്കുകയാണ്, എടോ അങ്ങനെ ഒഴിഞ്ഞു മാറാതെ ഇപ്പോഴത്തെ എൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ നന്ദുവിനൊന്ന് ശ്രമിച്ചൂടെ? എന്നെക്കൊണ്ട് അതിന് കഴിയില്ല. നന്ദു സങ്കടത്തോടെ പറയാണ്, തന്നെ കൊണ്ടേ അതിന് കഴിയൂ. അനിയും പറയാണ്. പക്ഷെ നന്ദു വീണ്ടും പറയുന്നുണ്ട്, എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. അനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടട്ടെ. എൻ്റെ ചേച്ചിമാർ അനന്തപുരി തറവാട്ടിൽ വഴിതെറ്റി വന്നവരാ. അതിൻ്റെ പൊട്ടലും ചീറ്റലും ഇപ്പോഴും തീർന്നിട്ടില്ല. എന്നാൽ അനിക്ക് വന്നിരിക്കുന്ന ഈ ബന്ധം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ കുട്ടിയെ കല്യാണം കഴിച്ച് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് നന്ദു അത് പറയുന്നത്. അതുപോലെ തന്നെ അനിയും അങ്ങനെ തന്നെയാണ് കേട്ട് നിൽക്കുന്നത്. അപ്പം നന്ദു പറയുന്നുണ്ട്, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. എന്നിട്ട് അനിയോട് യാത്ര പോലും പറയാതെ നന്ദു അവിടുന്ന് നടന്നു പോവുകയാണ്. അനിക്ക് മുന്നിൽ കരയാതെ പിടിച്ചു നിന്ന് കണ്ണീര് തുടച്ചുകൊണ്ടാണ് നന്ദു അവിടുന്ന് പോകുന്നത്. ആരോടൊക്കെയുള്ള ദേഷ്യവും വാശിയും ഒക്കെ കൊണ്ടാണ് അനി ബൈക്കും എടുത്ത് പിന്നീട് വരുന്നത്. അനി വരുന്ന സമയത്ത് നയന വീട്ടിലുണ്ടായിരുന്നു. അനി ആകെ ഡെസ്പായിട്ടാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത്. നയന അത് കാണുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അനി, എന്തോ പറയണമെന്നുണ്ടല്ലോ, മുഖം ആകെ വല്ലാതിരിക്കുന്നു. അപ്പം അനി സങ്കടത്തോടെ പറയാണ്, എൻ്റെ വിഷമത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പം നയനയെ സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഏതെങ്കിലും പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തായിരുന്നോ കല്യാണം കഴിക്കാമെന്ന്? അപ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ വാക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനി ഈ പറയുന്ന പെൺകുട്ടിക്ക് അനിയെ ഇഷ്ടമാണോ? അനി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇഷ്ടമൊക്കെയാ. എൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആ പെൺകുട്ടിക്കും നല്ല വിഷമമുണ്ട്. അവസാനം നയനയുടെ അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ തോന്നുന്നത് കൊണ്ട് അനി വീണ്ടും പറയാണ്, ഏട്ടത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന്. അപ്പം നയനെ സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല അനി. ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം പുറമ്പോക്കുകളാണ്. ഇനിയിപ്പോൾ ഞാൻ അനിയുടെ കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് അസൂയ കൊണ്ടാണെന്ന് മറ്റുള്ളവർ വിധി എഴുതും. നല്ല കാശുള്ള വീട്ടിലെ ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നതിൽ അസൂയ ഉള്ളതുകൊണ്ട് അത് മുടക്കിക്കളയാൻ ശ്രമിക്കുന്നതാണെന്ന് അനിയുടെ ഏട്ടൻ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവരും വിചാരിക്കൂ. അപ്പം അനി പറയുന്നുണ്ട്, എനിക്കൊട്ടും ഇഷ്ടമില്ലാതെയാണ് ഞാൻ ഈ ബന്ധത്തിന് നിന്നു തരുന്നത്. അനിയുടെ മുത്തശ്ശൻ അനിക്ക് അനാമിക ഇഷ്ടമാണെന്ന് കരുതിയാ ഈ ബന്ധത്തിന് വാക്ക് കൊടുത്തത്. നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അത് തെറ്റിക്കാൻ മുത്തശ്ശന് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് ആ കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞാൽ അവൾക്കും അത് സഹിക്കാൻ പറ്റുമോ? എനിക്കതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പം നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ചില നേരത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ത്യജിക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. എനിക്കറിയാം അനിയുടെ മനസ്സ്. സ്നേഹിക്കുന്നവരെ ഒരിക്കലും വേദനിപ്പിക്കരുതെന്ന് മനസ്സുള്ള ഒരാളാണ് അനി. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നിങ്ങൾ പരസ്പരം കല്യാണം കഴിക്കാമെന്ന് പറയാതിരുന്ന സ്ഥിതിക്ക് ഇനി ആ പെൺകുട്ടിയോട് കൂടുതൽ അടുപ്പം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. അനി നെഞ്ചു പൊട്ടുന്ന വേദനയിലാണ് നയന പറയുന്നത് കേട്ട് നിൽക്കുന്നത്. അപ്പം നയന പറയുന്നുണ്ട്, ഇനി അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി അനിയുടെ ഏട്ടൻ്റെ അടുത്തേക്ക് റെക്കമെൻഡേഷന് വേണ്ടി പോവരുത്. മുത്തശ്ശൻ്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് ആദർശേട്ടൻ ഉറപ്പായും മുത്തശ്ശൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. എല്ലാം ശരിയാവും. ഇനി ഈ വീട്ടിലേക്ക് വരുന്ന മരുമകളെങ്കിലും ഞങ്ങളെപ്പോലെ വളഞ്ഞ വഴിയിലൂടെ വരാതിരിക്കട്ടെ. അവൾക്കെങ്കിലും അർഹിക്കുന്ന സ്നേഹവും അംഗീകാരവും കിട്ടട്ടെ. നയന സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പം അനിയും പറയുന്നുണ്ട്, എങ്കിലും മനസ്സിൽ പതിഞ്ഞുപോയ പെൺകുട്ടിയെ അത്ര പെട്ടെന്നൊന്നും എടുത്തു കളയാൻ പറ്റത്തില്ല ഏട്ടത്തി. അനി സങ്കടത്തോടെ അവിടുന്ന് പോവാണ്. അപ്പം നയന വിചാരിക്കുന്നുണ്ട്, ആരെയായിരിക്കും അനി സ്നേഹിക്കുന്നത്? മുറിയിലെത്തിയ അനി നന്ദുവിൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കുകയാണ്. ആ സമയത്ത് നന്ദുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെ അനിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവരൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചതും, അതായത് സന്തോഷത്തോടെ കഴിഞ്ഞ നാളുകൾ. അനിക്ക് കരയണമെന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെയാണ് നന്ദു അവളുടെ വീട്ടിലുണ്ടായിരുന്നത്. കനക കറിക്കൊക്കെ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നന്ദുവിനെ നോക്കുന്ന സമയത്ത് നന്ദു ഈ ലോകത്തൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. എന്തൊരു നിപ്പാടി ഇത്, നീ ഇത് ഏത് ലോകത്താ? കനക സ്വതസിദ്ധമായ ശൈലിയിൽ നന്ദുവിനോട് ചോദിക്കുകയാണ്. പോയിട്ട് കുറച്ച് സവാള എടുത്തോണ്ട് വാ. നന്ദുവിനോട് കനക പറയുന്ന സമയത്ത് നന്ദു അത് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും കനകയുടെ ഫോണിലോട്ടേക്ക് നയന വിളിക്കുന്നുണ്ടായിരുന്നു. ആ നയന മോളെ, അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് ഒന്നുമില്ല അമ്മേ. പിന്നെ അനിയുടെ കല്യാണമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചല്ലോ. നയന സ്നേഹത്തോടെ അമ്മയോട് സംസാരിക്കുകയാണ്. നാളെ മിക്കവാറും ജ്യോത്സ്യർ വരും തീയതി കുറിക്കാനായിട്ട്. ആഹാ, അപ്പം നാളെ കല്യാണം ഫിക്സ് ചെയ്യുമല്ലേ? കനക തിരിച്ച് നയനയോട് ചോദിക്കുന്നത് കേട്ടപ്പം സവാളയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന നന്ദുവിൻ്റെ കയ്യിൽ നിന്നും സവാളയൊക്കെ താഴോട്ടേക്ക് വീഴുകയാണ്. അപ്പം കനക സാധാരണ പോലെ തന്നെ നന്ദുവിനോട് ചൂടാവുകയാണ്. എന്താടി ഇത്, ഒന്ന് ശ്രദ്ധിച്ചൂടെ? നന്ദു അതിനൊന്നും മറുപടി പറയുന്നില്ല. കാരണം അവൾ ആകെ അപ്സെറ്റായിട്ട് നിൽക്കുകയാണ്.
അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ? അല്ല മോളെ, ഇവിടെ പറഞ്ഞതാ. ഞാൻ കുറച്ച് സവാള എടുത്തോണ്ട് വരാൻ നന്ദുവിനോട് പറഞ്ഞേ, അവൾ അതൊക്കെ താഴെ ഇട്ടു. അബദ്ധത്തിൽ വീണതല്ലേ അമ്മേ, അതിനിങ്ങനെ ചൂടാവണോ? നയന ചോദിക്കുന്നുണ്ട്. അതല്ല, അവൾ ഈടെയായിട്ട് വേറെ ഏതോ ഒരു ലോകത്താ. എപ്പോൾ നോക്കിയാലും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ, അവൾ മനസ്സിന് നല്ല നിയന്ത്രണമുള്ള പെൺകുട്ടിയാ. അങ്ങനെ തെറ്റൊന്നും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, എങ്കിലും പെട്ടെന്നുള്ള ഈ മാറ്റങ്ങളൊന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ കനക അത് സമ്മതിക്കുകയാണ്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, കല്യാണ നിശ്ചയം നടത്തുന്നുണ്ടോ? അതൊന്നും അറിയില്ല, നിശ്ചയമില്ലാതെ കല്യാണം നടത്തണമെന്നാണ് പറയുന്ന കേട്ടെ. ആ, അതും നല്ല കാര്യമാണ്, കനക പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്, നയന പറയാണ്. ബോംബെയിൽ നിന്ന് വലിയൊരു ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, മുത്തശ്ശനെ ചികിത്സിക്കാൻ കാര്യത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് പറഞ്ഞത്. രോഗം ഉറപ്പായും ഭേദപ്പെടുമെന്ന് പറഞ്ഞിട്ടാ അദ്ദേഹം ഇവിടുന്ന് പോയത്. ഹോ, സമാധാനമായി മോളെ. ദേ, ആ വീടിൻ്റെ നെടുന്തൂണാണ് മൂർത്തി സാറ്. അദ്ദേഹം ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കണം. ദേ, ഇപ്പം മോൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ അതിൻ്റെ കാരണം അദ്ദേഹം മാത്രമാണ്. അതുകൊണ്ട് മോൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ വേണം കാണാൻ. അപ്പം നയനയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ? പിന്നെ ചേച്ചി അമ്മ വിളിച്ചായിരുന്നോ? അപ്പോഴേക്കും കനകക്ക് ദേഷ്യം കയറുകയാണ്. ഞാൻ മനഃപൂർവ്വം അവളുടെ കാര്യം ചോദിക്കാതിരുന്നതാ. എന്തിനാ മോളെ നീ അവളെപ്പറ്റി പറഞ്ഞത്? അങ്ങനെ ഒരു മകൾ ഈ അമ്മയ്ക്കില്ല. ഈ ഭൂമിക്ക് ഭാരമായ ഒരുത്തിയെക്കുറിച്ച് എനിക്ക് കേൾക്കണ്ട. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത്? എത്ര തെറ്റ് ചെയ്താലും അമ്മയുടെ മോളല്ലാതാവോ? ആയിക്കഴിഞ്ഞു. ദേ നയന മോളെ, ഇനി അവളെക്കുറിച്ചൊരു അക്ഷരം പോലും നീ മിണ്ടരുത്. അങ്ങനെ മിണ്ടിയാ നിന്നെ ഞാനിനി വിളിക്കില്ല. ഇത്തിരി ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ നമുക്കുണ്ടായിരുന്നു, അതിനപ്പുറം ഒരു കുഴപ്പവും നമുക്കുണ്ടായിരുന്നില്ല. എന്നാ നിങ്ങൾ രണ്ടുപേരും അനന്തപുരി തറവാട്ടിലേക്ക് പോയതിനു ശേഷം മനസ്സമാധാനം കിട്ടിയിട്ടില്ല. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റയൊരുത്തിയാ. മോളെ, അത്യാഗ്രഹവും അസൂയയും പിടിച്ച മനസ്സാ അവളുടേത്. അങ്ങനെ ഒരുത്തിക്ക് ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. ശരി, അമ്മ വെക്കുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് കനക ഫോൺ കട്ട് ചെയ്യാണ്. അപ്പം നയന ഇങ്ങനെ വിഷമത്തോടു കൂടിയാണ് കേട്ട് നിൽക്കുന്നത്. കനകയെ നയനെ സംസാരിക്കുന്നത് കേട്ട് നന്ദു അവിടെ തന്നെ ഉണ്ടായിരുന്നു. കോള് കട്ട് ചെയ്തതിന് ശേഷം കനക വന്ന് നന്ദുവിനോട് പറയുന്നുണ്ട്, ആ, അനിയുടെ കല്യാണം ഫിക്സായെന്ന്. ഉടനെ ജ്യോത്സ്യം വരുമെന്നാണ് പറഞ്ഞേ. നന്ദു അതിന് മറുപടി ഒന്നും പറയാതെ മുന്നോട്ടേക്ക് പോകുന്ന കണ്ടപ്പോൾ കനക അവളെ ചേർത്ത് പിടിച്ച് ചോദിക്കുന്നുണ്ട്, ദേ, ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? ആ, കേട്ടു, നന്ദു പറയാണ്. അപ്പം കനക പറയുന്നുണ്ട്, ഷോ, അങ്ങനെ എല്ലാവരുമായിട്ട് ഒന്ന് ഒത്തുകൂടുമ്പോഴേ നയന മോളെ ഒന്ന് കാണാൻ പറ്റൂ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ ജലജയുടെ സംസാരം ഉണ്ടല്ലോ, അതാ ആർക്കും സഹിക്കാൻ പറ്റാത്തത്. പക്ഷെ ഒന്നും മറുപടി പറയാതെ നന്ദു അവിടുന്ന് പോവുകയാണ്. അപ്പോൾ കനക വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ പോവുകയാണോ? പക്ഷെ നന്ദു അതൊന്നും വകവെക്കാതെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ കനക സ്വയം പറയുന്നുണ്ട്, ഈ പെണ്ണിന് ഇതെന്താ പറ്റിയേ? ആ, എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ജോലിയിലേക്ക് പോവുകയാണ്. മുറിയിലെത്തിയതിന് ശേഷം സഹിക്കാൻ വയ്യാതെ നന്ദു പൊട്ടി പൊട്ടി കരയാണ്. അതേസമയം അനാമികക്കൊപ്പം ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ് അനി. അപ്പം അനി അനാമികയോട് പറയുന്നുണ്ട്, എടോ, ഞാൻ വിളിക്കാൻ വരാത്തതും കാണാൻ വരാത്തതും വേറൊന്നും കൊണ്ടല്ല, എൻ്റെ വീട്ടിൽ പ്രശ്നത്തോട് പ്രശ്ന. അപ്പം അനാമിക പറയുന്നുണ്ട്, അതൊക്കെ നീ പറഞ്ഞല്ലോ. നിന്റെ ഏട്ടത്തിമാർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാളുകളും തനി ഫ്രോഡുകളാ. അപ്പം അനി വേഗം തന്നെ പറയുന്നുണ്ട്, എൻ്റെ നയനേടത്തി അങ്ങനെയല്ല, മറ്റവരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും സംസാരിച്ചോ. അപ്പം അനാമിക പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഒരമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചവരല്ലേ, അതുപോലെ ആ ആൺവേഷത്തിൽ നടക്കുന്നവളും. അപ്പം അനി പറയുന്നുണ്ട്, നയനേടത്തിയും നന്ദുവും കൂട്ടുകൂടാൻ പറ്റുന്നവരാ, കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്നവരാ രണ്ടുപേരും. അപ്പം അനാമിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഓ, അതുകൊണ്ടായിരിക്കും നിനക്ക് ആണിനെ പോലെ നടക്കുന്നവളോട് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ. അപ്പം അനി തിരിച്ചു പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം കൊണ്ട് തന്നെയാ എനിക്ക് സോഫ്റ്റ് കോർണർ ഉണ്ടായത്. അപ്പം അനാമിക തിരിച്ചു ചോദിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ അനന്തപുരി തറവാട്ടിലേക്ക് കയറാനുള്ള യോഗ്യത അവർക്കൊക്കെ ഉണ്ടോ അനി? താൻ നെഞ്ചിൽ കൈവച്ച് പറ. അപ്പം അനി പറയുന്നുണ്ട്, എടോ, യോഗ്യത തീരുമാനിക്കേണ്ടത് അവരുടെ സമ്പത്ത് നോക്കിയിട്ടല്ല, സ്വഭാവം തന്നെയാണ് വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടികളുടെ യഥാർത്ഥ സമ്പത്ത്. അതിന് ഞാനൊരു തർക്കത്തിനില്ല. പിന്നെ നിന്റെ നവ്യേടത്ത് കാണിച്ചത് ആർക്കും ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റാ. അവരെ ന്യായീകരിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ അനന്തപുരിയിലെ മൂർത്തി സാറെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എല്ലാവർക്കും ബഹുമാനാ. മൂർത്തി സാറിൻ്റെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിടുന്നതാ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സന്തോഷം. അങ്ങനെയുള്ള നിന്റെ മുത്തശ്ശന് ഒരു വലിയ രോഗം പിടിപെട്ടതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. അപ്പം അനിയും സങ്കടത്തോടെ പറയാണ്, ഇപ്പോൾ വീടൊരു മരണ വീട് പോലെയാ. മുത്തശ്ശനൊരു അസുഖം വന്നാൽ അതെല്ലാവരെയും ബാധിക്കും. അപ്പം അനാമിക സങ്കടത്തോടെ പറയുന്നുണ്ട്, എല്ലാവരും എന്നും നമുക്കൊപ്പം കാണില്ലല്ലോ, നമ്മളെല്ലാവരും ഒരു നാൾ കടന്നു പോവേണ്ടി വരും. ആ, അത് ശരിയാ, അനിയും പറയുന്നുണ്ട്. പിന്നെ നിന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. നിശ്ചയം പോലും ഇല്ലാതെ നമ്മുടെ കല്യാണം നടത്തണമെന്നാ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. ഇത്ര പെട്ടെന്നത് വേണോ അനാമികയെ? എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണമെന്നുണ്ട്. അനാമിക ദേഷ്യത്തോടാണ് അനി പറയുന്നത് കേട്ട് നിൽക്കുന്നത്. അപ്പം അനി ചോദിക്കുന്നുണ്ട്, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നതല്ലേ നല്ലത്?
അനാമിക അതിനുശേഷം പറയുന്നുണ്ട്, ദേ ഇന്ന് നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്പലനടയിൽ വെച്ച് ആ ചടങ്ങിന് ഞാൻ തയ്യാറാ. എന്ന് വെച്ചാ നിന്റെ ഭാര്യയായി നിന്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തൂന്ന്. ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു, എനിക്കെന്തോ ഒരു താല്പര്യക്കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയണം. അപ്പം അനി പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാനെന്തായാലും എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. മിക്കവാറും അവർ നിന്റെ മുത്തശ്ശനെ കാണാൻ വീട്ടിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ വിവാഹം നടക്കുകയും ചെയ്യും. നിനക്കെന്താ അനി, എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ? അപ്പം അനി പറയുന്നുണ്ട്, എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പലർക്കും അത് വേണ്ടാന്ന് തോന്നുന്നത്. അനാമിക ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരാളും എത്രയും പെട്ടെന്ന് അവളുമായി ഒന്നിക്കാൻ തീരുമാനിക്കും. അപ്പം അനി ചോദിക്കുന്നുണ്ട്, എടോ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിച്ചാൽ പോരെ? അപ്പം അനാമിക പറയുന്നുണ്ട്, അങ്ങനെ കല്യാണശേഷം പ്രണയിക്കുന്നവരും ഉണ്ട്. ആ ഗണത്തിൽ നമുക്കും പൊയ്ക്കൂടെ? വിവാഹശേഷം പരസ്പരം വഴക്കിടാതെ മുന്നോട്ട് പോകുന്നവരും ഉണ്ട്. അനി, നിനക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. അല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ സംസാരിക്കരുത്. എൻ്റെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നീ മാത്രാ. അങ്ങനെയുള്ള നിന്നെ എനിക്ക് നഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. എങ്കിലും നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. എനിക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു ചോയ്സ് പോലെയാണ് അനാമിക അങ്ങനെ സംസാരിച്ച് നിർത്തുന്നത്. അനി ആലോചനയോടുകൂടി നിൽക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.